വെളിപ്പടി ആ താഴെ ഇറങ്ങണ്ട, താഴേക്ക് അവിടെ കിട്ടൂല, അങ്ങോട്ട് മോളെ ഇருக்கு. എന്തായാലും ചോദിച്ചുണ്ടോ? അതായത് ഞാൻ മാധ്യമപ്രവർത്തകരെ ഡൽഹിയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഈ കാപ്പ കേസ് ഒരു പ്രതിക്കെതിരെ ചുമത്തണമെങ്കിൽ അതിനു മുമ്പ് ചില നിയമപരമായുള്ള ഫോർമാലിറ്റീസ് ഉണ്ട്. അത് കംപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലുള്ള ഒരു ഫോർമാലിറ്റിയും കംപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ലഭ്യമായ വിവരവും ഇപ്പോൾ ഇവിടെ ഒന്ന് അന്വേഷിച്ചപ്പോൾ സത്യമാണ്, സുഗതനും 2 കുട്ടികളും ഭാര്യയും അദ്ദേഹത്തിൻ്റെ കൗൺസിലറുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫും മാത്രമാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. പോലീസ് വന്ന് സുഗതനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും, സുഗതനെ ആക്രമിക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഫോൺ എടുത്തിട്ട് സുഗതൻ്റെ സഹോദരനെ വിളിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹോദരൻ ഇവിടെ എത്തിയത്. അപ്പോൾ 2 കുട്ടികളും ഭാര്യയും സുഗതനും മറ്റു 2 ഉൾപ്പെടെ 5 പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. പോലീസ് വെടിവെക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. അപ്പോൾ കോർപ്പറേഷനിലെ ഒരു കൗൺസിലറുടെ വീട്ടിൽ വന്ന് ഒരു അസാധാരണമായ സാഹചര്യം സൃഷ്ടിച്ച് പോലീസ് വെടിയൊക്കെ സൃഷ്ടിച്ച് നാട് മൊത്തം വാർത്തയാക്കുമ്പോഴേക്കും അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ഒക്കെ തന്നെ ഇപ്പോഴും ആ പാനിക് സിറ്റുവേഷൻ തരണം ചെയ്തിട്ടില്ല. അവർ ആശുപത്രിയിലാണുള്ളത്. ഭാര്യയ്ക്ക് പോലീസിൻ്റെ മർദ്ദനത്തിൽ പരിക്കേറ്റു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആഭ്യന്തരമന്ത്രി കണ്ടതിന് ശേഷം ആശുപത്രിയിലേക്ക് പോവുകയാണ്. കാപ്പ കേസ് പ്രതി ചുമത്തുന്നതിന് മുൻപ് കൈമാറേണ്ട രേഖകൾ കൈമാറിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാനുള്ള അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെ നിയമപരമായുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതൊന്നും ചെയ്യാതെയാണ് കാപ്പ കേസ് ചുമത്തിയിട്ടുള്ളതെന്നാണ് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചത്. കാപ്പ കേസ് ചുമത്തിയായിട്ടുള്ള രേഖകൾ ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുമില്ല. അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഞാൻ 3 തവണ ഫോണിൽ സംസാരിച്ചു, അവർ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. മാധ്യമങ്ങളൊന്നും ഈ രേഖകളോ കാപ്പ കേസ് ചുമത്തുന്നതിന് മുൻപ് കൊടുക്കേണ്ട രേഖകളോ ഇതുവരെ മാധ്യമങ്ങളും പുറത്തുവിട്ടില്ല. അപ്പൊ സ്വാഭാവികമല്ല എന്നാണ് ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത്. മറിച്ചാണെന്നുണ്ടെങ്കിൽ ഭരണകൂടമോ കാട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജില്ലാ പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഗവൺമെന്റൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റം, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എൻ്റെ റൈറ്റോ ഗവൺമെന്റിനെ ഒന്നും ബ്ലെയിം ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും മാധ്യമങ്ങൾ വാർത്തയും കൊടുക്കരുത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെയും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് സബ് ഇൻസ്പെക്ടറുടെയും ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റങ്ങൾ ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ അന്ന് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ചില നിരീക്ഷണങ്ങളുണ്ട്. അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട DGPയെ നേരിട്ട് കണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നേരെ അന്ന് തന്നെ അന്വേഷണം ഉത്തരവിട്ട് ADGP അന്വേഷണവും നടത്തിയിട്ടുള്ളതാണ്.
അക്കാര്യങ്ങൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി മുമ്പാകെ പറയും. അതിനുശേഷം ഞാൻ സുഗതന്റെ ഭാര്യയും കുട്ടികളെയും ആശുപത്രിയിൽ എത്തിക്കാണ്. ബാക്കി കാര്യങ്ങൾ അതിനുശേഷം പറയും. വേറെ എന്തെങ്കിലും ഈ 2012 മുതലൊക്കെ തന്നെ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാധനക ഞാൻ പറയാമല്ലോ, 2012 മുതൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന അത്ഭുതമാണ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാൾ. അക്കാര്യത്തിൽ ഞങ്ങൾക്കെതിരെ എനിക്കെതിരെ 95 പോലും കേസുണ്ടല്ലോ. ഇതിൽ ആർക്കെതിരെ ഗിരികുമാറിനെതിരെ കേസില്ലേ? ഇല്ലേ? ഈ സാഹചര്യങ്ങളിലുള്ള കേസുകളാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എതിരെ കേസുണ്ട്. ശബരിമലയിൽ യുവതി പ്രവേശനം തടഞ്ഞപ്പോഴേക്കും 307 ഇട്ടാണ് എനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ശബരിമലയിൽ ഞങ്ങളവിടെ ആരെങ്കിലും ആശ്രമം നടത്തിയിട്ടുണ്ടോ? ഞങ്ങളൊരു നിലപാടിനോടൊപ്പം ഉറപ്പിച്ചു വന്നു. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വ്യത്യസ്തമായ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കോടതിയിൽ ചെയ്യട്ടെ. ഇനിയിപ്പോൾ കാപ്പ കേസ് ചുമത്താൻ വേണ്ടി ഒരാൾ കാപ്പ കേസ് ചുമത്തണം എന്നാണെങ്കിൽ നിയമം നടപ്പിലാക്കണം. പക്ഷേ അതിന് മുൻപ് നടപ്പിലാക്കേണ്ട ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, നിയമപരമായി പാലിക്കേണ്ട ചില ചട്ടങ്ങളുണ്ടല്ലോ. ഒരാളിനെ കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ കാപ്പ കേസ് ചുമത്തുന്നതിന് മുമ്പ് ഇന്ന രേഖകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അയാൾക്ക് അയാളുടെ ഭാഗം പറയാനുള്ള അവസരം കൊടുക്കുക. ശരിച്ചോട്ടെ, ഇവിടെ ആർക്കും സംരക്ഷിക്കാൻ സാധിക്കില്ലല്ലോ. കോടതി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാലും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു പിന്തുടർച്ചയാണിത്. തീർച്ചയായിട്ടും ഈ വിപിൻ എന്ന ക്രിമിനൽ മാനസികാവസ്ഥയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ക്രിയേറ്റ് ചെയ്ത പ്രശ്നങ്ങളുടെ ഭാഗമാണിത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇന്ന് ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വേറെ ഒരു സ്ഥലത്തും പ്രശ്നം ഉണ്ടായില്ലല്ലോ. എത്രയോ പോലീസ് സ്റ്റേഷനുകളുണ്ട്. സംഘർഷം അങ്ങനെ പതിവായിട്ടുള്ള സ്ഥലമൊന്നുമല്ലോ തിരുവനന്തപുരം. ഞാൻ BJPയുടെ 5 വർഷം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നല്ലോ. 5 വർഷം പോലീസ് സേനയുമായിട്ട് നിങ്ങളൊന്ന് നോക്കും. ആ 5 വർഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമരം കോർപ്പറേഷൻ ചെയ്തിട്ടുള്ള 5 വർഷമാണല്ലോ. പോലീസിനെ ഏതെങ്കിലും ഒരു വസ്തുവകകൾ നശിപ്പിച്ചു എന്നോ പോലീസിനെതിരായിട്ട് അക്രമം നടത്തിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭീകരമായ കേസൊന്നും വന്നിട്ടില്ല. ഏറ്റവും നല്ല പ്രതിപക്ഷമായിട്ട് ശക്തമായ സമരം 30 ദിവസമൊക്കെ ഉപവാസം കിടന്ന് നിങ്ങളൊക്കെ രാത്രിയും പകലോടെ കിടന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരില്ലേ? ഞങ്ങളൊരു കടലാസ് കഷ്ണമെങ്കിലും വലിച്ചെറിയുണ്ടോ കോർപ്പറേഷനിൽ? പോലീസിനെ ഒരു കല്ലേറ് നടത്തുകയോ പോലീസിനെതിരെ ഒരു അക്രമം നടത്തുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. പോലീസുമായിട്ട് വളരെ നല്ല രീതിയിൽ നിയമപരമായിട്ട് സഹകരിച്ച് തന്നെയാണ് പോയിട്ടുള്ളത്. LDF UDF ഒക്കെ ആയിട്ട് വളരെ ആരോഗ്യപരമായിട്ടുള്ള രാഷ്ട്രീയ മത്സരം നടത്തുമ്പോൾ തന്നെ ശാരീരികമായ അക്രമങ്ങൾ നടത്താൻ്റെ നേതൃത്വങ്ങളൊക്കെ തന്നെ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അന്ന് ഒക്കെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴേക്കും നേതൃത്വം ഇടപെട്ടിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടിട്ട് ഒന്നുകിൽ അവരെ തിരുത്തും, അല്ലെങ്കിൽ അവരെ അത്തരത്തിലുള്ള സ്റ്റേഷനിൽ നിന്ന് മാറ്റും, സെൻസിറ്റീവ് സ്ഥലങ്ങളിൽ നിന്ന് മാറ്റും. ഇപ്പോൾ BJPയുടെ ജില്ലാ നേതൃത്വമൊക്കെ എത്രയോ തവണ പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഇദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ വളരെ വലിയ ബാധ്യതയായിട്ട് മാറുമെന്ന്. ഈ ഒരൊറ്റ ഉദ്യോഗസ്ഥന്റെ നിലപാട് കൊണ്ടല്ലേ വട്ടിയൂർക്കാവ് ഈ പ്രദേശമൊക്കെ തന്നെ കഴിഞ്ഞ എത്രയോ ദിവസങ്ങൾ കൊണ്ട് സംഘർഷാത്മകമായി മാറുന്നു. എന്തുകൊണ്ട്? അത് നിരീക്ഷിക്കണ്ടേ? ഇദ്ദേഹം ഒരു പ്രശ്നവുമില്ല, വളരെ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഓഫീസറാണെങ്കിൽ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടല്ലോ. ആ അന്വേഷണം പുറത്തുവിടട്ടെ. ADGP അന്വേഷിച്ചിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള റിപ്പോർട്ട് ഇദ്ദേഹത്തെ കുറിച്ചുള്ള പുറത്തുവിടട്ടെ. ഇദ്ദേഹം ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ SHO ആയിരുന്നു. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട് മാധ്യമങ്ങളോട് പറയട്ടെ. തെരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് നടന്നുകൊണ്ട് പറഞ്ഞതാ മാധ്യമങ്ങളോട്. ഈ വാഴൂട്ടോളം വാർഡിനോട് ചേർന്നാണല്ലോ എൻ്റെ കൊടുങ്ങാനൂർ വാർഡ് വരുന്നത്. ഞാൻ കൊടുങ്ങാനൂർ വാർഡിൽ നിൽക്കുകയായിരുന്നു രാവിലെ 11-11:30 മണിക്ക്. അപ്പോഴാണ് വാഴൂട്ടോളം വാർഡിൽ നിന്ന് പ്രവർത്തകർ വിളിച്ചിട്ട് പറയുന്നത് കൗൺസിലർ ഇവിടെ നിൽക്കാൻ വേണ്ടി ഇവിടുത്തെ CA അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ മോശപ്പെട്ട വാക്ക് വോട്ടർമാരുടെ മുമ്പിൽ വെച്ച് ഉപയോഗിച്ചു. ഞാൻ നേരെ വാഴൂട്ടോളം വാർഡിൽ ചെല്ലുകയും കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറെ അപ്പോൾ തന്നെ ഞാൻ വിളിച്ചിട്ട് അവിടെ നടന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അന്വേഷിച്ച് അദ്ദേഹത്തിനും ഈ വിപിൻ ചെയ്ത കാര്യങ്ങളിലെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം 6 മണിക്ക് പോളിംഗ് കഴിയുന്നവരെ വിപിൻ അവിടെ നിന്ന് കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇടപെട്ട് മാറ്റി നിർത്തി. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, അദ്ദേഹം പറയുമല്ലോ. ഈ വിപിൻ ഈ വിപിൻ ക്രമസമാധാന പാലനത്തിൽ വീഴ്ച വരുത്തുന്നത് കൊണ്ടും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുവെന്ന് അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഉത്തമ ബോധ്യം വന്നതുകൊണ്ടാണ് പോളിംഗ് ദിനത്തിൽ 11:30 മണി മുതൽ 6 മണി വരെ അദ്ദേഹത്തിന് വാഴോട്ടോളം ഭാഗത്ത് നിൽക്കരുതെന്ന് പറഞ്ഞത്. പിന്നെ JP നഡ്ഡാജി BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ JP നഡ്ഡാജി പങ്കെടുത്ത പരിപാടി, ആ പരിപാടി 9:40 ആയപ്പോഴേക്കും
ഇദ്ദേഹം മൈക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ അതിനുശേഷം LDF-ന്റെ വാഹനങ്ങൾ 10 മണി വരെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ 9:40 ആയപ്പോഴേക്കും BJP എല്ലാ മൈക്ക് സെറ്റുകളും ഇദ്ദേഹം ബലം പ്രയോഗിച്ച് ഓഫ് ചെയ്തു. അതിനുശേഷം 10 മണി 10 വരെ LDF-ന്റെ എല്ലാ വാഹനങ്ങളും അതിൽ ഓടുകയായിരുന്നു. ഞങ്ങൾ ഇതൊക്കെ തന്നെ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ശക്തമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും, നാട്ടിലെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ കുട്ടികൾ നേരെ തോക്ക് അതിന്റെ ഇളയതാണ് മറ്റൊരു കുട്ടി. പിന്നെ സുഹൃത്തിന്റെ ഭാര്യ ഉണ്ടായത്. ആ പെൺകുട്ടിക്ക് ഇത്രയും പോലീസുകാർ നിൽക്കുമ്പോഴേക്കും നിലവിളിക്കാൻ സാധിക്കുന്നത്? ഇത്രയും പേരും അവിടുത്തെ ഒരു ജീവനക്കാരൻ സുഖമില്ലാത്ത ആളാണ്, പൈസ വാങ്ങിക്കാൻ വന്നതാണ് ആശുപത്രി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ സുഹൃത്തിന്റെ സഹോദരൻ ഇത് അറിഞ്ഞുകൊണ്ട് വന്നു. ഇത്രയും പേരിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആകാശത്തേക്ക് വെടിവെക്കേണ്ട എന്ത് സാഹചര്യം ഉണ്ടായിരുന്നു? നിങ്ങൾ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ നാളെ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, അല്ലെങ്കിൽ പോലീസിന്റെ ഇന്റലിജൻസ് വഴി അന്വേഷിച്ച് നോക്ക്. അങ്ങനെയൊക്കെ തിരുവനന്തപുരത്ത് സംഘർഷം ഉണ്ടെന്ന് നിരന്തരം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് സ്വന്തമായിട്ടൊരു ക്രെഡിറ്റിന് വേണ്ടി. ഇനി വെടിവെച്ച് കാപ്പ കേസിലെ പ്രതി അറസ്റ്റ് ചെയ്ത ഓഫീസറാണ്, അതുകൊണ്ട് ഭാവിയിൽ ഒരു ഗുഡ് എൻട്രി ഒക്കെ കിട്ടിയിട്ട് എനിക്കിപ്പോൾ തന്നെ അങ്ങ് എന്തെങ്കിലുമൊക്കെ നേടിക്കളയാമെന്നുള്ളൊരു വ്യാമോഹമാണ് ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷേ ഇത് നാടിന് അപകടമാണെന്നാണ് പറയുന്നത്. ഈ അയോഗ്യതാ പ്രശ്നം അല്ല, അതൊക്കെ രാഷ്ട്രീയമായിട്ടില്ലേ? ഒരാളിനെ 4 ദിവസം ജയിലിൽ ആകാശം തൊടിഞ്ഞുകൊണ്ടില്ല. ഞങ്ങള് ഒരുപാട് കോർപ്പറേഷനെ രാജ്യമൊക്കെ ഭരിക്കുന്ന പാർട്ടിയല്ലേ, അതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നോക്കാം. അതിലൊന്നും ഈ അയോഗ്യതാ പ്രശ്നം ഭൂരിപക്ഷം അതൊക്കെ രാഷ്ട്രീയമായിട്ട് നോക്കിക്കോളാം, ജനങ്ങൾ നോക്കിക്കോളും. പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞല്ലോ, ഒരു സ്വതന്ത്ര കൗൺസിലറെ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു മന്ത്രി വീട്ടിൽ വിളിച്ചിട്ട് പറയുകയാണ്, കോൺഗ്രസ്സുകാരോട് ഞാൻ സംസാരിച്ചോളാം, താങ്കളെ മേയറാക്കാം. ഈ മേയറാക്കാന്ന് പറഞ്ഞ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ വാർത്തയാണ്, എന്നോട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ താങ്കൾ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന്, ഇത്രയും കോൺഗ്രസിനോട് ഞാൻ UDF-നോട് ഞാൻ സംസാരിക്കാം, ഞങ്ങളും അവരും കൂടെ നിങ്ങളെ പിന്തുണയ്ക്കാം, നിങ്ങൾ മേയറായി എങ്കിലും BJP ഭരിക്കുന്നത്. ഇത്രത്തോളം നിലവാരം താഴ്ന്ന രാഷ്ട്രീയ ചർച്ച ചെയ്തൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വലിയ ജനപിന്തുണയോടെ കഴിഞ്ഞ 5 മാസമായിട്ട് ഭരിക്കുന്നത്. അതുകൊണ്ട് അയോഗ്യതയും ഡീസ്റ്റെബിലൈസ് ചെയ്യണതിൻ്റെ കാര്യമൊക്കെ നമുക്ക് ജനങ്ങൾ ആലോചിക്കട്ടെ. ജനങ്ങൾക്ക് വിട്ടു. ഈ ജീവിതകാലം അത്രയും തന്നെ നാട്ടിൽ എല്ലാ സ്ഥാപനങ്ങളും ഭരിച്ചളയാന്നുള്ള വ്യാമോഹത്തിലൊന്നുമല്ല ഞങ്ങൾ രാഷ്ട്രീയം തുടങ്ങിയത്. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു പാനിക് സിറ്റുവേഷൻ നാട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നത് യോഗ്യമാണോ അല്ലയോ നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്ക്. ഇവിടെ എത്ര ഉണ്ടായിരുന്നു ആകാശത്ത് കാറ് ഓടിച്ചു കൊടുത്ത് ബാങ്ക് മാനേജരെ അമ്മ ED ഉദ്യോഗസ്ഥരെയും തല്ലു കൊടുത്തണക്കെയും ഈ വിപിൻ ഇവിടെ ഇല്ലായിരുന്ന. അന്ന് വിപിനും വെടിയുണ്ടൊന്നും ഇല്ലായിരുന്ന. ഇവിടെ 2 കുട്ടികളെയും ഒരു സ്ത്രീയെയും കണ്ടപ്പോഴേക്ക് ആകാശത്തേക്ക് വെടിവെക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശരി, നമുക്ക് നോക്കാം, കാണാം. ഓക്കെ, ശരി.